ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം മുന്നേറുള്ള സൈനിധൻ. ഇപ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റല്ല, ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ കഥകളും ലേഖനങ്ങളൊക്കെ എഴുതുന്ന ഒരാളാണ്. അപ്പോൾ പുസ്തകങ്ങൾ വന്നിട്ടുണ്ടല്ലോ, പലരും വായിച്ച് കാണും, വായിക്കാത്തവരുണ്ടാവും. വായിക്കാത്തവർ വായിക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണം, കഥ കേട്ട അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇത് വാരാദ്യ മാധ്യമത്തിൽ, അതായത് മാധ്യമത്തിൻ്റെ സൺഡേയിൽ പ്രസിദ്ധീകരിച്ചൊരു കഥയാണ്. കുറച്ച് മുമ്പ് പ്രസിദ്ധീകരിച്ചൊരു കഥയാണ്. പാമ്പ് എന്നാണ് കഥയുടെ പേര്. പാമ്പ്. മരക്കൂട്ടങ്ങൾക്കിടയിലെ കരിയിലപ്പടർപ്പിൽ നിന്ന് കരിനാഗം ഇര തേടിയിറങ്ങുമ്പോൾ പാതിരാ കഴിഞ്ഞിരുന്നു. മുഖത്തെ പിറ്റുഗ്രന്ഥിയുടെ പിറ്റോർഗൻ സഹായത്തോടെ ഇരകളുടെ സ്ഥാനം കണ്ടെത്താനുള്ള കഴിവ് ചിലതരം പാമ്പുകൾക്കുണ്ട്. കനത്ത രാത്രിയിൽ ഒറ്റപ്പെട്ട നക്ഷത്രങ്ങൾ മാത്രമേ ഉള്ളൂ. മരച്ചില്ലകളിൽ നിന്ന് കൂമൻ നീട്ടിമൂളി. രാത്രിയിലും വാഹനങ്ങൾ തുരുതുരാ പോകുന്ന റോഡാണെങ്കിലും പാത ശൂന്യമാണ്. KSRTC ബസ്സിൽ ആളുകൾ മയക്കത്തിലാണ്. മങ്ങിയ വെളിച്ചത്തിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും തലചരിച്ചു കിടന്ന് കൂർക്കം വലിക്കുന്നു. നിദ്രയെ ഭേദിച്ചുകൊണ്ട് വണ്ടി സഡൻ ബ്രേക്ക് ചെയ്തു. കയ്യിൽ വടികളും തലയിൽ കെട്ടുമായി ഒക്കെയായി ഒരു സംഘം ആളുകൾ ബസ്സിലേക്ക് രച്ചുകയറി. ചുകന്ന് ഇടങ്ങിയ കണ്ണുകളും കൂർത്ത താടിയിലുമുള്ള കുപ്പായിക്കായി തോളറ്റത്തോളം മടക്കി വെച്ചയാൾ ആക്രോശിച്ചു. എളുപ്പം ഇറങ്ങും, വണ്ടി ഞങ്ങൾ തല്ലിപ്പൊളിക്കാൻ പോവുകയാണ്. കാളയുടെ ആക്രമണോത്സുകതയും പെരുത്ത മസിലുകളുമായിരുന്നു അയാൾക്ക്. ചുറ്റും ചാരായത്തിൻ്റെ ഗന്ധം നിറഞ്ഞു. ദയവായി ഞങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിടരുത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ്, കാല് പിടിച്ച് അപേക്ഷിക്കാം. ചടച്ച് എല്ലിച്ച ശരീരവുമായി വൃദ്ധ കെഞ്ചി. മാറി നിൽക്കുന്നല്ലേ, ഇല്ലേൽ തള്ളി പുറത്തേക്കിടും. കാളയുടെ മുരൾച്ച. നിങ്ങളിങ്ങനെ മുന്നറിയിപ്പില്ലാതെ ഹർത്താൽ നടത്തിയാൽ എങ്ങനാ? ഞങ്ങൾ ഇവിടെ പോകും. സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന വൃദ്ധൻ വിഷമിച്ചു. എല്ലാവരെയും ഉന്തിത്തള്ളി പുറത്താക്കി ബസ് ഭാഗികമായി തല്ലി തകർത്തു. അതുവഴി വന്ന ഒരു കാർ തടഞ്ഞു നിർത്തി. കാറിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ കൈകൂപ്പി പോകാൻ അനുവദിക്കണം. ഇന്നത്തെ ഫ്ലൈറ്റിന് എത്തിയില്ലെങ്കിൽ ഗൾഫിൽ എൻ്റെ ജോലി പോകും, ടിക്കറ്റിൻ്റെ പൈസയും നഷ്ടമാവും, സഹായിക്കണം എന്ന് അപേക്ഷിച്ചു. സഹായിക്കാനോ? ഞങ്ങളുടെ വനിതാ നേതാവ് ശ്രീലേഖയെ അകാരണമായി പോലീസ് അറസ്റ്റ് ചെയ്ത വിവരമൊന്നും അറിഞ്ഞില്ലേ? അപ്പോഴാ ഒരു ഗൾഫിൽ പോക്ക്. പറഞ്ഞു തീരുമ്പോഴേക്കും കാറിൻ്റെ വിൻഗ്ലാസ് അടിച്ചു തകർത്തിരുന്നു. ടയറുകളുടെ കാറ്റുമൊഴിച്ചു. മൂന്നാമതെത്തിയത് ഗർഭിണിയുമായി വന്ന ജീപ്പായിരുന്നു. യുവതിയുടെ അമ്മയും ഭർത്താവുമായിരുന്നു കൂടെ. ഏറെ നേരത്തെ തർക്കവിതർക്കങ്ങൾക്ക് ശേഷം ഡ്രൈവർ ജീപ്പ് സൈഡാക്കി നിർത്തി. റോഡിൽ മരത്തടികളും കല്ലും കട്ടയും വെച്ച് വഴിമുടക്കി കഴിഞ്ഞു. അതിനിടെ കാസർഗോഡ് നിന്ന് പുറപ്പെട്ട നേതാവ് പാർട്ടി കൊടി കെട്ടിയ ശീതീകരിച്ച കാറിലെത്തി. തടസ്സങ്ങൾ ഭാഗികമായി മാറ്റപ്പെട്ടു. നേതാവിന് അഭിവാദ്യങ്ങൾ മുഴക്കി. അദ്ദേഹത്തിന് തിരുവനന്തപുരം വരെ പോകാനുള്ളതല്ലേ, ഹർത്താലിൻ്റെ പുരോഗതി പരിശോധിക്കാൻ. ഗർഭിണിയുടെ വണ്ടിയുമായി വന്ന ഡ്രൈവർ പോകാൻ ശ്രമം നടത്തിയെങ്കിലും കാളകൾ അനുവദിച്ചില്ല. സഞ്ചാര സ്വാതന്ത്ര്യം പൗരൻ്റെ അവകാശമാണ്, സുപ്രീം കോടതി വിധിച്ചതുമാണ്. വൃദ്ധൻ അല്പം മുന്നോട്ട് വന്നു. സംഘാംഗങ്ങൾ എന്തോ തമാശ പറഞ്ഞു ഉച്ചത്തിൽ ചിരിച്ചു. നിരവധി കഴുകന്മാർ ഒന്നിച്ച് വൃദ്ധൻ്റെ തലയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറന്നു. വൃദ്ധ കുഴഞ്ഞു വീഴാൻ തുടങ്ങുകയായിരുന്നു. അയാൾ അവരെ തളർന്ന കരത്തോടെ താങ്ങി. പോലീസ് വാഹനത്തിൻ്റെ സഹായത്തോടെ ഗർഭിണിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴിമധ്യേ മരിച്ചിരുന്നു. യുവതിയുടെ അമ്മ നെഞ്ചത്തടിച്ചു കരഞ്ഞു. ദുഷ്ടന്മാർ, പാമ്പു കടിച്ചു ചാകും. വഴിയരികിലൂടെ സഞ്ചരിച്ച കരിനാഗത്തിൻ്റെ പിറ്റുഗ്രന്ഥിയിൽ ഇരയുടെ താപം ഇൻഫ്രാറെഡ് റേഡിയേഷനിലൂടെ എത്തി. സ്ഥാനം ലക്ഷ്യമാക്കി സർപ്പം വേഗത കൂട്ടി. അപ്പനിപ്പോഴും കിടപ്പ് തന്നെയാണ്. വല്ലപ്പോഴുമേ എണീക്കൂ. ക്രച്ചസിൻ്റെ സഹായം വേണം എണീറ്റ് നടക്കാൻ. പല സർജറിയും ചെയ്തെങ്കിലും ഫലം കണ്ടില്ല. പാമ്പിനെ കണ്ട് ഓടിയതാണെന്നാണ് കേട്ടത്.
എതിരെ വന്ന കാറിടിച്ചു. ആയ കാലത്ത് പലതും ചെയ്തു. കൈവെട്ട്, കാലുവെട്ട്, കൊല, പാർട്ടിക്കാർ കാശും ചാരായവും കൊടുക്കും, MLA യോ മന്ത്രിയോ ആക്കാമെന്ന വാഗ്ദാനവും. ഇപ്പോൾ ഒരവന്മാരും തിരിഞ്ഞു നോക്കുന്നില്ല. കട്ടിലിൽ നിന്ന് ഇടയ്ക്കിടെ ചാടി എണീക്കും. മുറിക്കകത്ത് പാമ്പുണ്ടെന്ന് ഉറക്കെ നിലവിളിക്കും. സുജിത്തെ, നിനക്ക് ഇനിയും അത്തരമൊരു പാർട്ടി വേണോ? അച്ഛൻ്റെ തകർച്ച കണ്ട ഒരു മകൾക്ക് നീ മാത്രമാണ് ഒരു പ്രതീക്ഷ. നന്ദി.